നമസ്കാരം. നല്ല മഴയാണല്ലോ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലൈറ്റ്, അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിലത്തുനിന്നാണ് ലൈറ്റ് കാണുന്നത്. ശരിക്കും മിന്നാമിനുങ്ങായിരുന്നു. അത്ഭുതം തോന്നി. കാരണം വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ മിന്നാമിനുങ്ങിനെ കാണും. ഇവിടെ രാമനാട്ടിലെ വന്നപ്പോൾ മിന്നാമിനുങ്ങിനെ കാണാറേയില്ല. ഇതെങ്ങനെയോ എന്നെ തേടി വന്നതാണോ എന്ന് സംശയം. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ഒരു കടലാസിലെടുത്തിട്ട് പുറത്തേക്ക് വിട്ടു. അപ്പോൾ പറയാനുണ്ടായ അവസരം മിന്നാമിനുങ്ങളെ കുറിച്ചാണ്. മിന്നാമിനുങ്ങുകൾ 2000 തരത്തിലുള്ള മിന്നാമിനുങ്ങളുണ്ട്. വണ്ടിൻ്റെ വംശമാണ്, വണ്ടിൻ്റെ രൂപത്തിലുള്ള വണ്ടിൻ്റെ വംശമാണ് മിന്നാമിനുങ്ങുകൾ. അപ്പോൾ മിന്നാമിനുങ്ങുകൾ ഇല്ലെങ്കിൽ എന്താണ് സ്ഥിതി? മിന്നാമിനുങ്ങുകൾ എവിടെയാണ് ഉണ്ടാവുക? ജൈവ വൈവിധ്യമുള്ള സ്ഥലങ്ങളിലാണ് മിന്നാമിനുങ്ങുകൾ ഉണ്ടാവുക. അതേപോലെ നല്ല അന്തരീക്ഷത്തിലുമാണ് മിന്നാമിനുങ്ങുകൾ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ഓർത്താൽ മതി, നല്ല അന്തരീക്ഷമില്ലാത്ത ദിക്കിൽ മിന്നാമിനുങ്ങുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പുതിയ പഠനത്തിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ മിന്നാമിനുങ്ങുകൾ എങ്ങനെയാണ് വംശവർദ്ധനം നടത്തുന്നത്? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മുട്ടയിടുക. എവിടെയാണ് മുട്ടയിടുക? ചുറ്റുപാടുമുള്ള ഇലകൾ, നിലത്ത് വീണ ഇലകളിലും ചണ്ടികളിലാണ് മുട്ടയിടുക. പിന്നെ അത് ഒരു ലാവയായി അങ്ങനെ വളർന്നു വന്നിട്ടാണ് മിന്നാമിനുങ്ങിൻ്റെ രൂപത്തിലേക്ക് എത്തുന്നത്. ഒരു മിന്നാമിനുങ്ങിൻ്റെ ജീവിത ദശ ശരിക്കും മിന്നാമിനുങ്ങായി മാറി കഴിഞ്ഞാൽ പിന്നെ 3 ആഴ്ചയേ ഉള്ളൂ അതിൻ്റെ ജീവിതം. അപ്പോൾ അത് ലൈറ്റ് ആകർഷിക്കുന്നത് അതിൻ്റെ ഇണയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിന്നാമിനുങ്ങില്ലെങ്കിൽ കുഴപ്പം എന്താ എന്നുള്ളൊരു ചോദ്യം നമ്മളിലുണ്ട്. മിന്നാമിനുങ്ങില്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യശൃംഖലയെ അത് ബാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു പഠനം. ഭക്ഷ്യശൃംഖലയെ ബാധിക്കും എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ മിന്നാമിനുങ്ങ് ഇല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമെന്ന് ചോദിക്കും. അതിൻ്റെ താഴെത്തട്ടിലുള്ള അവസ്ഥയിൽ മണ്ണിലുള്ള കൂടുതലുള്ള ഒച്ചുകളെയും മണ്ണിരെയൊക്കെ അവ ഭക്ഷിക്കും. അവ കൂടിയിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഒച്ചു കൂടുതലും മണ്ണിര പിന്നെ കൃഷിക്കാരൻ്റെ മിത്രമാണെന്നൊക്കെ പറയും. പക്ഷെ മണ്ണിര കൂടുതലായാലും ദോഷമാണ്. അപ്പോൾ ഇതിനെയൊക്കെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നത് ഈ മിന്നാമിനുങ്ങുകളാണ്. അപ്പോൾ മിന്നാമിനുങ്ങുകൾ നമ്മുടെ ഇവിടെ കാണുന്ന മിന്നാമിനുങ്ങുകളിൽ ഒരു 4 തരത്തിലുള്ള മിന്നാമിനുങ്ങുകളെ നമ്മളിവിടെ കാണുന്നുള്ളൂ. ബാക്കി 2000 തരം ഉണ്ടെന്നുള്ള ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ മിന്നാമിനുങ്ങ് എവിടെയൊക്കെ മിന്നാമിനുങ്ങുണ്ടോ അവിടെ അന്തരീക്ഷം ശുദ്ധമാണ് എന്നുള്ളതാണ് പുതിയ പഠനത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വൃത്തിയും നല്ല അന്തരീക്ഷവും ഉണ്ട് എന്ന് തന്നെ നമുക്ക് മാനിക്കാം. അപ്പോൾ നല്ല അന്തരീക്ഷത്തിലേക്കാണ് മിന്നാമിനുങ്ങുകൾ വരികയും ജീവിക്കുകയും അവയെ അവിടെയേ വളരാൻ ഉള്ള സാഹചര്യവും ഉണ്ടാവുകയുള്ളൂ. അതേ സമയത്ത് ലോകത്ത് പലയിടത്തും, മഹാരാഷ്ട്രയിൽ പോലും പിന്നെ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് പിന്നെ മിന്നാമിനുങ്ങുകളുള്ള ഭാഗങ്ങളിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. ടൂറിസം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ മിന്നാമിനുങ്ങുകളുടെ നാശം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നശിച്ചു പോകുന്നതെന്നറിയാം? ലൈറ്റ് കൊണ്ടാണ്. അമിതമായ ലൈറ്റ് കൊണ്ടാണ് മിന്നാമിനുങ്ങുകൾ നശിച്ചു പോകുന്നത്. നമ്മളൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നതും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും നമ്മളുടെ സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നതും നമ്മളെ പറമ്പുകളിലും പാടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ, ആ ലൈറ്റുകളിൽ ഇവ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവയ്ക്ക് ഇരുട് വേണം ജീവിക്കണമെങ്കിൽ. അതാണല്ലോ മിന്നാമിനുങ്ങിനെ നമ്മൾ തിരിച്ചറിയുന്നത്. പകലല്ലല്ലോ, രാത്രിയിലാണല്ലോ. രാത്രിയിൽ മാത്രമേ മിന്നാമിനുങ്ങിനെ തിരിച്ചറിയുള്ളൂ. അപ്പോൾ മിന്നാമിനുങ്ങുകൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലൈറ്റുകൾ കൊണ്ടാണ്. ഇപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മളെ എതിരെ പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറെ അല്ലെങ്കിൽ യാത്രക്കാരെയും വിഷമിപ്പിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാവുന്നില്ലേ? അതേപോലെ ജീവജാലങ്ങൾക്കും ഈ ലൈറ്റ്
അരോചകമാവുന്നുണ്ട്, ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ കഥ പറഞ്ഞു. ഈ മഹാരാഷ്ട്രയിലുള്ള ഈ ടൂറിസത്തിലേക്ക് ഇതിനെ കാണാൻ വേണ്ടി ആൾക്കാർ വരികയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ക്യാമറയിൽ ഫോട്ടോ എടുക്കും എല്ലാവരും. ക്യാമറയിൽ നിന്ന് വരുന്ന ഫ്ലാഷിൻ്റെ രശ്മികൾ ഇവയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ജീവിതത്തിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പഠനം നടത്തുന്നവർ അതിസൂക്ഷ്മമായി ലൈറ്റില്ലാതെയൊക്കെയാണ് പഠനം നടത്തുന്നത്. നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കാത്ത കാര്യമാണ് ഈ ലൈറ്റുകൾ കൊണ്ടാണ് ഈ മിന്നാമിനുങ്ങുകൾ ഇല്ലാതാവുന്നത്. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ജൈവ വൈവിധ്യം. നമ്മുടെ പരിസരം ശുദ്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ മിന്നാമിനുങ്ങുകൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒരു കാര്യം, അവ മുട്ട ഇട്ട് വിരിഞ്ഞു വരണമെങ്കിലോ ചപ്പുചവറുകൾ വേണം. അപ്പോൾ ചപ്പുചവറുകൾ ദോഷമാണോ? അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചപ്പുചവറുകൾ ദോഷമല്ല. കൂടുതൽ ഹൈജീനിക് ആവുന്നതോടുകൂടി നമ്മുടെ പറമ്പിലുള്ള ആദായം കുറയുകയാണ് ചെയ്യുന്നത്. ചീഞ്ഞളിഞ്ഞ മാംസഭാഗങ്ങളുണ്ടെങ്കിലും ചീഞ്ഞറിഞ്ഞ സസ്യജാലങ്ങളുണ്ടെങ്കിലും മാത്രമേ അവിടെ വളം ഉണ്ടാവുള്ളൂ. പല ജീവജാലങ്ങളും മുട്ടയിട്ട് വളരുന്നത് ഈ ജൈവ വേസ്റ്റുകളിൽ നിന്നാണ്. അപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ടൂറിസം നിരോധിക്കാൻ കഴിയില്ല. കാരണം അത്രയും വ്യാപകമായി നമ്മുടെ നാട്ടിലില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ മിന്നാമിനുങ്ങിനെ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ അനേകം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടില്ല. അപ്പോൾ ഫോട്ടോ എടുക്കും, ഈ മിന്നാമിനുങ്ങുകൾ നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ആലോചിക്കുക, നമ്മുടെ വീടും നമ്മുടെ പറമ്പും പരിസരങ്ങളിലും മിന്നാമിനുങ്ങുകളുള്ള സമയത്തെങ്കിലും ലൈറ്റ് അവയ്ക്ക് ദോഷമാണെന്ന്. നമ്മളുടെ വീടിൻ്റെ പരിസരം ഇപ്പോൾ ഈ കാണുന്നത് പോലെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ നിലനിർത്തുക, മണ്ണൊക്കെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ മിന്നാമിനുങ്ങ് മാത്രമല്ല ധാരാളം നമുക്ക് വേണ്ട ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇൻ്റർലോക്കിൻ്റെ കാലാണല്ലോ ഇപ്പോൾ. പോരാത്തത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെയും കാലാണ്. വീടിനേക്കാൾ ഹൈജീനിക്കായിട്ടാണ് മുറ്റം പലരും സംരക്ഷിക്കുന്നത്. അതോടുകൂടി വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുന്നത്, വീട്ടിലേക്കുള്ള ശുദ്ധവായു നഷ്ടപ്പെടുകയാണ്. വീട്ടിലെത്ര ശുദ്ധവായു ഉണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കാറില്ല. വീട്ടിൻ്റെ ഉള്ളിൽ ശുദ്ധവായു വേണമെന്നുള്ളത് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവർക്കും ഇൻറ്റീരിയർ ഡെക്കറേഷൻ വേണം. നിലം ഹൈജീനിക്കായിട്ടുള്ള മാർബിളും ഗ്രാനൈറ്റും ഒക്കെ വേണം. മരത്തിൻ്റെ ഫർണിച്ചറുകളാണെങ്കിൽ അതിനെ 3-4 ലെയർ പോളിഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ആകെ ഉപയോഗിക്കുന്നത് പരുത്തിൻ്റെ ഒരു ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നില്ല എന്നുള്ളതും കൂടി ഈ ഒരവസരത്തിൽ പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവയെ ആകർഷിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മിന്നാമിനുങ്ങിനെയൊന്നും ആകർഷിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരുട്ടിൽ വളരുന്ന ജീവി, ഇരുട്ടിൽ ലൈറ്റ് കത്തിച്ച് അവ ഒരാൾക്കും ശല്യം ചെയ്യാതെ പോകുന്ന ഈ മിന്നാമിനുങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത ശൃംഖലയിൽ, ഭക്ഷ്യ ശൃംഖലയിൽ എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ മാത്രമാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. നന്ദി, നമസ്കാരം.